ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരൊറ്റ ഫില്ലിങ് കൊണ്ട് 3 തരം സ്നാക്കുകളാണ് കേട്ടോ. അപ്പം നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കുകൾ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്നാക്കുകൾ തയ്യാറാക്കുമ്പോൾ തന്നെ എല്ലാം വേറെ ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കുകൾ തയ്യാറാക്കാൻ ഒരൊറ്റ ഫില്ലിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഫില്ലിംഗ് ആണ് നമുക്ക് ആദ്യം റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറിൽ 1 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാനിൽ ഞാൻ 1 കിലോ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ കഴുകിയ വെള്ളം തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് 1 കിലോ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം. നല്ല ചെറുതായിട്ട് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി, അതാണ് ഏറ്റവും ഈസി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. നമുക്കിത് 3ഉം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ പാനിലുള്ള ചിക്കൻ അപ്പോഴേക്കും തിളച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ അടപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലോട്ടിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില നമുക്ക് അങ്ങനെ ലീഫായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്കിത് സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കൂടി അരച്ചിട്ടാണ് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പേസ്റ്റാക്കി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ സ്നാക്കുകളൊക്കെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുക്കർ 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ചിക്കനും മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് വരണം. ഇനിയിപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ചിക്കന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പിടുത്തൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ 1 കിലോ ഉള്ളി, 1 കിലോ ചിക്കന്, അതുപോലെ തന്നെ 1 കിലോ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ ഇവിടെ ചൂടാറിയതിന് ശേഷം ഞാനിവിടെ ഒരു പാനിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നമ്മൾ കട്ലറ്റിനൊക്കെ ചേർക്കുന്ന പോലെ തന്നെ നല്ലപോലെ മാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ ഈ ചട്ടകം വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം നല്ലപോലെ അടച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം. നമുക്ക് ഏകദേശം ഒരു 4 ദിവസമൊക്കെ ഒന്ന് കേടുകൂടാണ്ടിരിക്കും കേട്ടോ ഈ ഒരു മിക്സ്. അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ളത് അന്നത്തെ ആവശ്യത്തിനുള്ളത് എടുക്കലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വെച്ചിട്ട് കട്ലറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒരു ബോൾസാക്കിയിട്ട് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ട് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ കട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ കുറേ പേർക്കുള്ളൊരു പ്രശ്നമാണ്, അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെ 2 ഡബിൾ കോട്ടിങ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കട്ലറ്റ് ഉണ്ടാക്കി നോക്കുക. അപ്പം എന്തായാലും പൊടിഞ്ഞു പോകില്ല. നമ്മൾ കട്ലറ്റ് നല്ലൊരു അത്യാവശ്യം ഒരു ഉറപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാ കട്ലറ്റും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു നോമ്പ് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്ന ഫില്ലിങ് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് വേറെ 2 സ്നാക്കുകൾ കൂടി ഞാൻ ഇത് വെച്ചിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ലറ്റ് ഇതുപോലെ തന്നെ ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഉരുളിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കുറേ ഒരു 70ഓളം കട്ലറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഞാൻ ഉരുളിയിൽ വെച്ചാണ്. അതുപോലെ തന്നെ സമൂസയും ഒരുപാട് സമൂസ തയ്യാറാക്കിയിട്ടുണ്ട്, 70 സമൂസയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ കട്ലറ്റ് ഇവിടെ 70 ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് മറ്റ് 2 സ്നാക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇന്ന് ചെയ്യുന്നില്ല, നാളെയും മറ്റന്നാളും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ ദിവസം ഓരോ സ്നാക്ക് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 4 ദിവസം എന്തായാലും ഫ്രിഡ്ജിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലാതെ ഈ ഒരു ഫില്ലിങ് പിന്നെ നിൽക്കും കേട്ടോ. പക്ഷെ നമ്മൾ കൈ വെച്ച് കുഴച്ചത് ബാക്കിയുള്ളത് വെക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ ആദ്യമേ കുറച്ച് ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടോ. ബാക്കി പുറത്ത് വെച്ചിട്ട് പിന്നെ അന്ന് സ്നാക്ക് എടുത്താൽ മതി. അന്ന് സ്നാക്ക് എടുക്കാൻ തയ്യാറാക്കി വെച്ചത് പിന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ബ്രെഡ് പൊടി ഇട്ടിട്ട് അങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെയും സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ ആകുമ്പോൾ ഫ്രീസറിൽ വെക്കണം, അപ്പോൾ അത് ഒരു ആഴ്ചയൊക്കെ എന്തായാലും കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ കട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കട്ലറ്റ് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. ഇനി നമ്മൾ അടുത്ത സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ ഈ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയ കട്ലറ്റ് ഉണ്ടാക്കിയ അതേ ഫില്ലിംഗ് തന്നെ ഇതിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കട്ടോ. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബ്രെഡിൻ്റെ സ്നാക്ക്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഈ ഒരു ഫില്ലിങ്ങും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നോമ്പുതുറയുടെ ഒരു അരമണിക്കൂർ മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ, നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ. ഇനി ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി, വേറെ ഒന്നുമില്ല പണി. ഇനി നമുക്ക് മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് കട്ലറ്റ് പൊരിക്കുന്ന പോലെ തന്നെ ബ്രെഡ് പൊടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ഒരു ഫില്ലിങ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. ഇതുപോലുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എനിക്കിവിടെ നോമ്പ് തുറൻ്റെ പരിപാടി ഉള്ളത് കൊണ്ടാണ് അന്ന് 70 കട്ലറ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് പെട്ടെന്ന് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഏകദേശം കുറേ ദിവസം തയ്യാറാക്കി വെക്കാൻ ഉണ്ടായിരുന്നു ആ ഒരു കട്ലറ്റ്. അത് ഫ്രീസറിൽ അതുപോലെ ബ്രെഡ് പൊടി ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം റമദാൻ കഴിയുമ്പോഴും ഫ്രീസറിൽ ഒരു കംപ്ലൈൻറ്റും ആവില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഇതാക്കിയിട്ട് ഫില്ലിങ് ആക്കിയിട്ട് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അത് ഏകദേശം 4 ദിവസം വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ലറ്റ് ആക്കിയിട്ടൊക്കെ ഫ്രീസറിൽ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതുപോലുള്ളൊരു ഫില്ലിങ്ങും ബ്രെഡും ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ, അധികം ഒരുക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടോ. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്, നല്ല ക്രിസ്പിയാണ്, പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. നമ്മൾ ബ്രെഡ് പൊടിയൊക്കെ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങുമാണ് കേട്ടോ. നല്ല ചിക്കനൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ഒരു ചിക്കൻ ട്യൂബാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനും നല്ല ഈസിയാണ്. ഇതിന് ഈ ഒരൊറ്റ ഫില്ലിങ് തന്നെ മതി. ഇത് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് ഉരുട്ടി കൊടുത്തതിന് ശേഷം നമ്മളെ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇത് വെച്ചിട്ട് ഇതുപോലെ ചിക്കൻ്റെ ട്യൂബ് ഉരുട്ടുന്ന പോലെ ഇങ്ങനെ ട്യൂബാക്കിയിട്ട് ഉരുട്ടി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ തള്ളി നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കുക. ഇനി ഈ ഉൾവശത്ത് ഫില്ലിങ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് അവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. കാരണം നമ്മളെ ഫില്ലിങ് നമ്മൾ ആ ട്യൂബിൻ്റെ അറ്റം വരെ വേണം കേട്ടോ, ഉൾഭാഗത്ത് കുറച്ച് കുഴിയായിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതുപോലെ നമ്മൾ ചോറിൻ്റെ ഉരുള ഉരുട്ടുന്ന പോലെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. അത് ഈ പിന്നെ സമൂസ ഷീറ്റിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുറ്റി കൊടുത്തേക്കണ ഒരൊറ്റ പണി മാത്രമേ ഉള്ളൂ. ഈ സമൂസ ഷീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കട്ടോ. ഞാൻ തയ്യാറാക്കി എടുത്തത് തന്നെയാണ് അന്ന് പരിപാടിക്ക് സമൂസക്ക് ഉള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് 2 സൈഡ് ഇത് ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ കുറവുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ലെവലിലാക്കി എടുക്കണം കേട്ടോ. ആ ഒരു സമൂസ ഷീറ്റിൻ്റെ ആ ഒരു ഇത് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുഴിയായിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ. ഇനി പുറത്തേക്ക് കുറച്ച് തള്ളി നിന്നാലും കുഴപ്പമില്ല, കുഴിയായിട്ട് നിൽക്കാൻ പാടില്ല.
ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമുക്കെല്ലാം ഇതുപോലെ ട്യൂബുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദ വെള്ളത്തിൽ കലക്കിയ ഇത് മിക്സിയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 2 സൈഡും ഇതുപോലെ മൈദയുടെ ഈ ഒരു കൂട്ടിൽ മുക്കി കൊടുക്കുക. നമ്മൾ മുട്ട അടിച്ചതിലല്ല കേട്ടോ മുക്കുന്നത്, മൈദ ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് നമുക്ക് ഗമ്മാക്കാൻ വേണ്ടിയിട്ട്, അതിലാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഡിപ്പ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ 2 സൈഡും മാത്രം ഇതുപോലെ മുക്കിയിട്ട് അവിടെ മാത്രം ബ്രെഡ് പൊടിയാക്കിയിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ മൊത്തത്തിൽ മൈദ ആക്കിയിട്ട് മൊത്തത്തിൽ ബ്രെഡ് പൊടി ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ലൊരു ക്രിസ്പി നല്ലൊരു ടേസ്റ്റ് ഉള്ളത് കേട്ടോ. മറ്റേ സൈഡിൽ നമ്മൾ സമൂസ കഴിക്കുന്ന ആ ഒരു ഫീലിങ്ങേ ഉള്ളൂ. ഇതാകുമ്പോൾ വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്തെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളതും നമ്മളെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതുമായ സ്നാക്കാണ്. വീട്ടിൽ സമൂസ ഷീറ്റൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഇതുപോലുള്ളൊരു ഫില്ലിങ് ഫ്രിഡ്ജിലുണ്ട്, അതുപോലെ തന്നെ സമൂസ ഷീറ്റും ഉണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കുമാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും സമൂസയൊക്കെ എപ്പോഴും കഴിക്കുന്നതല്ല, അതിലേറെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ സമൂസ ഉണ്ടാക്കി എടുക്കുന്നതിലേറെ എളുപ്പമാണ്. സമൂസ ഇങ്ങനെ ചുറ്റി എടുക്കണമെങ്കിലൊക്കെ കുറേ ടൈം വേസ്റ്റ് ആവില്ലേ, അത്രയൊന്നും പണിയില്ല. അത് പെട്ടെന്ന് അങ്ങോട്ട് ചുരുട്ടി കൂട്ടുന്ന ഒരു പണിയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചുരുട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഡിപ്പ് ചെയ്തിട്ട് ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കും ചെയ്യാം. അത് ഞാൻ പറഞ്ഞ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ 3 സ്നാക്കുകളും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.